ഈ ലോകത്തിലെ ഏറ്റവും ശപിക്കപ്പെട്ടവർ തങ്ങളുടെ ചെറുപ്പത്തിൽ മാതാപിതാക്കൾ ഡിവോഴ്സായ മക്കളാണ്. അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും തണലിൽ അവരുടെ വാത്സല്യം അനുഭവിച്ച് വളരാൻ ആ മക്കൾക്കാകില്ലല്ലോ. അവർക്കെന്നും വീടെന്നാൽ ഒരു ബാഗാണ്. വെള്ളിയാഴ്ച വൈകുന്നേരം ഒരാളുടെ വീട്ടിൽ നിന്ന് സാധനങ്ങൾ എടുത്ത് ഞായറാഴ്ച വൈകുന്നേരം മറ്റൊരാളുടെ വീട്ടിലേക്ക് പോകുന്ന യാത്ര. ഓരോ തവണ പോകുമ്പോഴും താൻ ശരിക്കും എവിടുത്തുകാരനാണെന്ന ചിന്ത അവരെ അലട്ടും. ഒരു സ്ഥലത്തും പൂർണ്ണമായി വേരൂന്നാൻ അവർക്ക് കഴിയില്ല. സ്കൂളിൽ ഒരു പാരൻസ് മീറ്റിംഗ് വരുമ്പോൾ ആരുടെ കൂടെ പോകണമെന്ന് അവർക്ക് തീരുമാനിക്കേണ്ടി വരും. ഒരാൾക്ക് വേണ്ടി മറ്റേയാളെ ഒഴിവാക്കുമ്പോൾ മനസ്സിൽ തോന്നുന്ന കുറ്റബോധം വളരെ വലുതാണ്. അല്ലെങ്കിൽ ഒരാൾ മീറ്റിങ്ങിന് വരുമ്പോൾ മറ്റേയാൾ വരാതിരുന്നതിലുള്ള നിരാശ. ഇതൊന്നും ആർക്കും മനസ്സിലാവില്ല. അവരുടെ മൊബൈലിൽ അച്ഛനെന്നും അമ്മ എന്നും 2 കോണ്ടാക്റ്റുകളുണ്ട്. പക്ഷെ ഒരുമിച്ച് വിളിക്കാൻ അവർക്കൊരു നമ്പറില്ല. സന്തോഷമുള്ളൊരു വാർത്ത പറയുമ്പോൾ ഒരാളോട് ആദ്യം പറയണോ അതോ മറ്റേയാളോടാണോ പറയേണ്ടത് എന്ന് അവർ ആശയക്കുഴപ്പത്തിലാകും. ഓരോ നിമിഷവും ഒരാളെ തിരഞ്ഞെടുക്കാനോ അല്ലെങ്കിൽ 2 പേരെയും വിഷമിപ്പിക്കാതിരിക്കാനോ അവർ പരിശ്രമിക്കും. അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട കളിപ്പാട്ടം പോലും പാതി മാത്രമാണ്. അച്ഛൻ്റെ വീട്ടിലിരിക്കുന്ന ടെഡി ബിയറിനെ അമ്മയുടെ വീട്ടിൽ വെച്ചോർത്ത് കരയുന്ന ബാല്യം. അവർക്ക് നഷ്ടമായത് കളിക്കാനായി ഒരു മുറിയല്ല, 2 പേരും ഒരേപോലെ അംഗീകരിക്കുന്ന ഒരു സുരക്ഷിത ഇടമാണ്. ഈ കുട്ടികൾ മറ്റുള്ളവരെക്കാൾ വേഗത്തിൽ പക്വത നേടും. കാരണം അവർക്ക് സ്വന്തം വിഷമങ്ങൾ സ്വയം ഒതുക്കാൻ പഠിക്കേണ്ടി വരും. മാതാപിതാക്കൾ അവരുടെ പുതിയ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ ഈ കുട്ടികൾ പഴയ ജീവിതത്തിൻ്റെ ഓർമ്മകളിൽ തനിച്ചായി പോകും. സ്നേഹബന്ധങ്ങളെ അവർ എപ്പോഴും പേടിയോടെ നോക്കും. കാരണം എല്ലാ സ്നേഹത്തിനും ഒരവസാനമുണ്ടെന്ന് അവർ ചെറുപ്പത്തിലെ പഠിച്ചുപോയി. ആരും കാണാതെ ആരും കേൾക്കാതെ അവർ ഉള്ളിൽ നിന്ന് കരയും. ആ കണ്ണീരിന് നഷ്ടപ്പെട്ട ഒരു ലോകത്തിൻ്റെ വിലയുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.